അങ്ങനെ സ്വാദിഷ്ടമായ മാങ്ങ കൊണ്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, മാങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നാട്ടുമാങ്ങയാണ്, എനിക്ക് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കുക. വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി കളയണം. അപ്പോൾ ഇത് മുകളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ തൊലി എടുത്ത് ചെത്തി നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ അതാണ് ഈസി കേട്ടോ. നാട്ടുമാങ്ങ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നതും ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ് എടുക്കുക. തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും തൊലി നമുക്ക് കളയണം. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് ഞാൻ ഇവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ്. കടുക് വേണം, ഉലുവ, കറുത്ത ജീരകം ഉണ്ടെങ്കിൽ അതേ ചെയ്യാം. ഇതെൻ്റെ കയ്യിൽ കറുത്ത ജീരകം ഇപ്പോൾ ഇല്ല. പെരുംജീരകം വേണം, സാദാ ജീരകം വേണം. ഇതിനെ നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതെല്ലാം ഇട്ട് മൂപ്പിക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് കടുകും പെരുംജീരകവും ഉലുവയും പിന്നെ അയമോദകം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് മൂപ്പിക്കാം കേട്ടോ. എല്ലാം കൂടെ ഇട്ട് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മൂത്ത് കഴിഞ്ഞു. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മാങ്ങ വേവിക്കണം. ഇങ്ങനെ മാമ്പഴം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയോ ഒരു സ്പൂൺ പഞ്ചസാരയോ ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് പഞ്ചസാര ചേർത്ത് ഇതിനെ ഇളക്കുക. ചെറിയ തീയിൽ ഇത് കിടന്ന് വേകണം. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ കൊണ്ടുള്ള നമ്മൾ കട്ടാമിട്ട എന്ന് പറയും. കട്ട എന്ന് പറഞ്ഞാൽ പുളിയാണ്, മിട്ടെന്ന് വെച്ചാൽ മധുരമാണ്. മധുരവും പുളിയും ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.